ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 25-ാം തീയതിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ 3 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പം ഈ 3 മിനിറ്റ് ക്യാൻഡിൽ ഇന്ന് ഫസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത് തന്നെ 25,000 എന്നുള്ള സ്ട്രോങ് സപ്പോർട്ടിന് താഴെയാണ്. അപ്പം ഇവിടെ ഓപ്പണായി സഡനായിട്ട് നല്ലൊരു സെൽ ഓഫ് വന്നു. പക്ഷേ ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്തു. അടുത്തൊരു സപ്പോർട്ട് സോണിൽ എത്തിയതിന് ശേഷം വീണ്ടും ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഈ ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും നല്ല ഒരു സെൽ ഓഫാണ് നമുക്കിന്ന് കിട്ടിയത്. ആ സെൽ ഓഫിൽ നമ്മുടെ അടുത്ത സപ്പോർട്ട് ഇതായിരുന്നു. ആ സപ്പോർട്ട് ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് താഴെ അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു സപ്പോർട്ട് സോൺ വരെ ഇന്ന് മാർക്കറ്റ് പോയി. ഇപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ മോർണിംഗ് തന്നെ നല്ലൊരു സെൽ ഓഫ് വന്നു. നമ്മുടെ ഈ ഒരു സപ്പോർട്ട് സോൺ, ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ തന്നെയാണ് 24,800 എന്ന് പറയുന്നത്. ആ സപ്പോർട്ട് സോണിൽ പിന്നെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്ന് ഫുൾ ഡേ പിന്നെ ആഫ്റ്റർനൂൺ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പം ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു മൂവ് തരും, അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷനാണ്. അപ്പം ഇന്നലെയാണെങ്കിലും ഇതുപോലെ തന്നെയായിരുന്നു. മോർണിംഗ് നല്ലൊരു മൂവ് തന്നു, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പം ഇന്നും അതേപോലെ തന്നെ ഒരു മൂവ് തന്നു, ഇന്ന് ഒരു കൺസോൾട്ടേഷനാണ്. അപ്പം ഇനി നല്ലൊരു മൂവ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ 3 മിനിറ്റിൽ ഈ ഒരു റേഞ്ച്, ഇപ്പോൾ മുകളിലേക്കാണെങ്കിലോ താഴേക്കാണെങ്കിലോ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല മൂവൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്കാണെങ്കിലും ഷോർട്ടാണെങ്കിലും ലോങ് ആണെങ്കിലും ഏത് സൈഡിലേക്കാണെങ്കിലും നമുക്ക് നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണം. അപ്പം ഇന്നലെ നോക്കുകയാണെങ്കിലും നല്ലൊരു മൂവ് കൺസോൾട്ടേഷൻ. അപ്പോൾ ആ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഷോട്ട് കിട്ടി, നല്ലൊരു മൂവ് കിട്ടി. അപ്പം എപ്പോഴും റേഞ്ചിന് പുറത്തേക്ക് എപ്പോഴൊക്കെ മാർക്കറ്റ് വരുന്നോ അന്നേരമെല്ലാം നമുക്ക് നല്ല മൂവ് കിട്ടും. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ 3 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ 3 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ 27,200 എന്നൊക്കെ പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാണ്ട് അതിൻ്റെ താഴെയാണ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നത്. ഇന്ന് ഓപ്പണിംഗ് വന്ന് ഒരു സെൽ ഓഫ് വന്ന് വീണ്ടും നിഫ്റ്റീനെ പോലെ തന്നെ ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ വീണ്ടും ഈ ലെവലിലെത്തിയിട്ട് നല്ല ഒരു സെൽ ഓഫ് വന്നു. അപ്പം ഇന്ന് നല്ലൊരു കണ്ടിന്യൂസ് സെൽ ഓഫാണ് വന്നത്. അതിനുശേഷം വീണ്ടും ചെറിയൊരു നാരോ കൺസോൾട്ടേഷൻ. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 56,500 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അതൊരു ഇൻട്രാഡേ സപ്പോർട്ട് സോൺ തന്നെയാണ്. എപ്പോഴും ഇപ്പം 50 മിനിറ്റ്സ് ആണ് ഞാൻ ഇന്നലെ വരച്ചത്. 50 മിനിറ്റ്സിൻ്റെ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് നല്ലൊരു സോണ് തന്നെയായിരുന്നു. അപ്പോൾ ഇൻട്രാഡേ സോണിൽ തന്നെയാണ് ഇന്ന് അത് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ, ഇപ്പം ഇവിടെ നമ്മൾ ചെറിയൊരു ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഓർ താഴേക്ക് ഒരു ഷോർട്ടോ അല്ലെങ്കിൽ ഈ ലോങ്ങോ ഈ റേഞ്ചിന് പുറത്തേക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും അടുത്ത ഒരു നല്ലൊരു നമുക്കൊരു മൂവ് കിട്ടും. അപ്പം എപ്പോഴും ഈ ഒരു റേഞ്ച് അവോയ്ഡ് ചെയ്യുക. ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പിന്നെ ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം അതിന് പുറത്തേക്ക് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് ഇന്നിപ്പം ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഷോർട്ടായിരുന്നു, നല്ല എൻട്രീസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇപ്പം നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ല ബെയറിഷായിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നല്ല ബെയറിഷായിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നെങ്കിലും ഇനി സപ്പോർട്ട് എടുത്താൽ വീണ്ടും ഈ റേഞ്ചിലേക്ക്, അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ വീണ്ടും നല്ല ഒരു വലിയൊരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരും. കംപ്ലീറ്റ്ലി ഒരു റേഞ്ച് ബൗണ്ടായിട്ട് മാർക്കറ്റ് വരും. അതാണ് ഒരു ഡേ ക്യാൻഡിൽ വെച്ചിട്ട് ഇന്നത്തെ ഒരു ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. കാരണം അത്രയും നല്ല ഒരു സെൽ ഓഫ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നത്. അപ്പം ഇന്നിപ്പം നിഫ്റ്റിയുടെ ഒരു 1 ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ
നിഫ്റ്റീൻ്റെ വൺ ഡേ ക്യാൻഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ഇന്നിപ്പോൾ ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു സപ്പോർട്ട് സോണിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു റേഞ്ച് ഉണ്ട്, ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പം ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്ത് വന്നാൽ പിന്നെ അടുത്തൊരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് പിന്നെ ഒരു സപ്പോർട്ട് സോൺ വരുന്നത്. അപ്പം ഇതും അതുപോലെ തന്നെ ഒരു വലിയ റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പം വീണ്ടും നല്ലൊരു ഒരു റേഞ്ച് ബൗണ്ടിലേക്ക് മാർക്കറ്റ് വരും. അപ്പോൾ ഇതാണ് ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിങ്കളാഴ്ചത്തെ ഒരു മാർക്കറ്റ് പ്രഡിക്ഷൻ എങ്ങനെയാണ്, സപ്പോർട്ട് എങ്ങനെയാണ്, റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിഫ്റ്റീൻ്റെ കുറച്ച് വാല്യൂസ് സെൻസിബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. നിഫ്റ്റി അല്ല, ബാങ്ക് നിഫ്റ്റീൻ്റെ. അപ്പം ഇതിൽ ബാങ്ക് നിഫ്റ്റീൻ്റെ ക്ലോസിങ്, മാക്സ് പെയിൻ, പി സി ആർ ഇന്ന് 0.68 ആണ്. 0.68 എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റ് ബേറിഷിലേക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 57,000 ആണ്. പുട്ട് OA വന്നിരിക്കുന്നത് 56,000 ആണ്. ഹയസ്റ്റ് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നതും 57,000 ആണ്. അപ്പം ഈ 57,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ അത് മാറുന്നുണ്ട്. ഇനി ഹയസ്റ്റ് പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,000 ആണ്. പക്ഷേ ഈ പുട്ട് എന്ന് പറയുന്നത് അൺവൈൻഡ് ചെയ്യാണ്. അപ്പം സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഇതിന് അതിപ്പോൾ വീക്ക് ആവുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നുണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 57,000 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ ഉണ്ട്. അപ്പം ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, ഇന്നത്തെ ഓപ്പണിംഗ് വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ ഇപ്പം ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ചാർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സപ്പോർട്ട് സോണാണ്, ഇൻട്രാഡേ സപ്പോർട്ട് സോണാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചെറിയൊരു ഇൻട്രാഡേക്ക് പറ്റുന്ന മെയിൻ സപ്പോർട്ട് സോണാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിനായിട്ടുള്ള ലെവൽ വരുന്നത് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ പിന്നെ വരുന്നത് ഈ 56,000-ലാണ്. അപ്പം അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 56 ആണ്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ വരുന്നത്. അപ്പം ഇവിടെ ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ഇപ്പം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഒരു ഏരിയയിലാണെങ്കിൽ, ഈ ചെറിയൊരു നാരോ ഏരിയയിലാണെങ്കിൽ, അതായത് ഇന്നത്തെ ആഫ്റ്റർനൂൺ ഫോം ചെയ്ത ഒരു നാരോ റേഞ്ചിലാണെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പം 3 മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും ഇത് മാക്സിമം ഒരു 125 പോയിൻറ്റ്സേ ഉള്ളൂ. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ 120 പോയിൻറ്റ്സിൽ 1 മിനിറ്റിലൊക്കെ സ്കാൽപ്പ് ചെയ്യുന്നവർക്കല്ലാണ്ട് വേറെ വലിയ മൂവൊന്നും കിട്ടില്ല. അപ്പം അത് മാക്സിമം അങ്ങനത്തെ ഉള്ള ഏരിയ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ലോങ് ആണെങ്കിലോ ഷോർട്ട് ആണെങ്കിലോ ഏത് റേഞ്ചാണോ ബ്രേക്ക് ചെയ്യുന്നതിന് അതിനനുസരിച്ച് നമുക്ക് ലോങ് അല്ലെങ്കിൽ ഷോർട്ട് പോകാൻ പറ്റും. അപ്പം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുക. അപ്പം ഓപ്പൺ ആവുന്ന സപ്പോസ് ഇതിന് താഴെയാണ് എങ്കിൽ അതിനുശേഷം നമുക്ക് ഒരു ഇന്നത്തെ പോലെ ഒന്ന് ഓപ്പണായി താഴെ ഡൗൺ അടിച്ച് ഒരു പുൾ ബാക്ക് കിട്ടിയാലും നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ വീണ്ടും ഷോർട്ട് കയറാം. അതല്ല ഇവിടത്തേക്ക് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണെങ്കിൽ നമുക്ക് മുകളിലേക്കും മൂവ് കിട്ടും. ഇതിപ്പം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. ഇപ്പം ഈ ഒരു റേഞ്ചിൽ നിന്ന് ബ്രേക്കായി മുകളിലേക്ക് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തൊരു പുൾ ബാക്ക് ഒന്ന് കിട്ടി പോവുകയാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് കിട്ടും. അതല്ല താഴേക്ക് തിരിച്ചാണെങ്കിൽ സെയിം തന്നെ താഴെ ഈ റേഞ്ചിൽ തന്നെ നിന്ന് ഇനിയിപ്പോൾ താഴേക്കാണ് ബ്രേക്ക് ആവുന്നതെങ്കിൽ താഴേക്ക് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ബ്രേക്കായി ഒരു പുൾ ബാക്ക് കിട്ടി നമുക്ക് പോവുകയാണെങ്കിൽ താഴേക്കും ഒരു നല്ല മൂവ് നമുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം ഈ ഒരു റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തിങ്കളാഴ്ച ഓപ്പൺ ആവുന്ന ഈ ഒരു റേഞ്ചിലാണെങ്കിൽ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഇതാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ
നിഫ്റ്റിൻ്റെ കുറച്ച് വാല്യൂസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിൻ്റെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 25062.1 മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,000 PCR വന്നിരിക്കുന്നത് 0.58 ആണ്. 0.58 എന്ന് പറഞ്ഞാൽ നല്ല മാർക്കറ്റ് നല്ല ഒരു ബെയറിഷ് സോണിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ബെയറിഷ് ബേസിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 25,000 ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നതും 25,000 ഇപ്പോൾ കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 25,000 പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 24,700. അതായത് ഇന്നലെ വരെ നല്ല സപ്പോർട്ടായിരുന്ന 25,000 എന്ന് പറയുന്നത് നല്ല ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നതും 25,000 തന്നെയാണ്. അതായത് റെസിസ്റ്റൻസ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ട് നമുക്കിന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു സപ്പോർട്ട് സോണായിട്ട് ഇപ്പം പുതിയ സപ്പോർട്ട് സോണായിട്ട് കൂടുതൽ റൈറ്റിങ്സ് വരുന്നത് 24,700 അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ നമ്മൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ OA വന്നിരിക്കുന്നത് 25,000 ആണ്. അപ്പോൾ ഈ 25,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 24,700 പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത്. സോ 24,700 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോണായിട്ടും മാറുന്നുണ്ട്. അപ്പം 24,700 എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പം ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഇന്നത്തെ ഒരു ആഫ്റ്റർനൂണിൽ നമുക്കൊരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ചെറിയൊരു, ഇപ്പം ഞാൻ ബാങ്ക് നിഫ്റ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു നാരോ റേഞ്ച് തന്നെയാണ്. അപ്പം ഈ ഒരു റേഞ്ചിലും മാക്സിമം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക. അപ്പം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഒരു പുൾ ബാക്കൊക്കെ കിട്ടിയാൽ നമുക്ക് മുകളിലേക്കും, ഇത് താഴേക്ക് ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ നമുക്ക് താഴേക്കും ഷോർട്ടിനും നോക്കാം. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ഇനി ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 25,200 ആണ്. ഈ 25,200 ആണ് അടുത്തൊരു മെയിൻ റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഇന്നലത്തെ ഒരു ചെറിയൊരു സോൺ ഉണ്ട്. അപ്പം ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ റേഞ്ചും ഉപകാരപ്പെടും. അപ്പം ഇതാണ് ഒരു നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഇപ്പോൾ തിങ്കളാഴ്ച ഓപ്പൺ ആവുന്ന ഗ്യാപ്പ് ഡൗൺ ആവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന് പുറത്താണെങ്കിൽ നമുക്ക് ഒരു മൂവ് കിട്ടും. അതല്ല ഈ റേഞ്ചിൽ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തിങ്കളാഴ്ച വരുന്നതെങ്കിൽ ആ ഒരു റേഞ്ച് ബ്രേക്ക് ആവാൻ വേണ്ടി ഫസ്റ്റ് വെയിറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, താങ്ക് യു.